മോഹൻലാലിനെക്കുറിച്ചും മമ്മൂട്ടിയെക്കുറിച്ചും നടൻ പൃഥ്വിരാജ് മുൻപ് പറഞ്ഞ ഒരു അഭിമുഖത്തിൽ പറഞ്ഞ വാക്കുകൾ സോഷ്യൽ മീഡിയയുടെ കഴിഞ്ഞ ദിവസങ്ങളിൽ വീണ്ടും ചർച്ചയായിരുന്നു. എന്നാൽ ഒരു അഭിമുഖത്തിലെ രണ്ട് ഭാഗങ്ങൾ ചേർത്ത് വെച്ച് ഉണ്ടാക്കിയെടുത്ത് പ്രചരിക്കുന്ന ഈ ഭാഗങ്ങൾ ഇപ്പോഴിതാ ഈ അഭിമുഖത്തിലെ യഥാർത്ഥ വേഷം പുറത്തു വന്നിരിക്കുകയാണ്. മമ്മൂട്ടിയും മോഹൻലാലും ഈ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച അഭിനേതാക്കളിൽ ഒരാളാണ്. അവർ രണ്ടുപേരും രണ്ട് തരത്തിലാണ് അഭിനേതാക്കൾ. അതുകൊണ്ടാണ് അവരെ താരതമ്യം ചെയ്യാൻ നമുക്ക് കഴിയാത്തത്. മോഹൻലാൽ ഏത് കഥാപാത്രം ചെയ്താലും അതിൽ നമുക്ക് ലാലേട്ടനെ കാണാൻ സാധിക്കും. ലാലേട്ടൻ ഓട്ടോ ഡ്രൈവറായി അഭിനയിച്ചാലും ഡോണായി അഭിനയിച്ചാലും ചരിഞ്ഞേ നടക്കൂ. പക്ഷേ അത് വിശ്വസിക്കാൻ വിധം അദ്ദേഹം ചെയ്യും. അദ്ദേഹം ഓട്ടോയിലെ ഓട്ടോ ഡ്രൈവറാണെന്ന് നമുക്ക് ശരിക്കും വിശ്വസിക്കും. സാഗർ ഇലിയാസ് ജാക്കി ഡോണായി അദ്ദേഹം വന്ന ഡോണാണെന്ന് നമ്മളെ വിശ്വസിപ്പിക്കും. വേഷങ്ങളിലേക്ക് ലയിച്ചാലും കഥാപാത്രത്തിൽ തൻ്റെ വ്യക്തിത്വം ഒരിക്കലും നഷ്ടപ്പെടാത്ത നടനാണ് മോഹൻലാൽ. എന്നാൽ മമ്മൂക്കയുടെ കാര്യത്തിൽ അദ്ദേഹത്തെ നമുക്ക് കാണാൻ സാധിക്കില്ല. മമ്മൂക്കയെ നേരിട്ട് അറിയാവുന്നവർക്ക് അറിയാം, അദ്ദേഹം അമരത്തിലെ അച്ചൂട്ടിയും അല്ല, പാലേരി മണിക്കതിരെ ഹാജിയുമല്ല, കിംസിലെ കളക്ടറുമല്ല. മമ്മൂക്കയുടെ പേഴ്സണാലിറ്റി അവിടെ നഷ്ടമാവുകയാണ് എന്നാണ് പൃഥ്വിരാജ് പറഞ്ഞതിൻ്റെ പൂർണ്ണരൂപം. മോഹൻലാൽ ഏത് കഥാപാത്രം ചെയ്താലും അത് നമുക്ക് ലാലേട്ടനെ കാണാൻ സാധിക്കും. ലാലേട്ടൻ ഓട്ടോ ഡ്രൈവറായി അഭിനയിച്ചാലും ഡോണായി അഭിനയിച്ചാലും ചരിഞ്ഞേ നടക്കൂ. എന്നാൽ മമ്മൂക്ക കഥാപാത്രങ്ങൾ അദ്ദേഹത്തെ നമുക്ക് കാണാൻ സാധിക്കില്ല. മമ്മൂക്കയെ നേരിട്ട് അറിയാവുന്നവർക്കേ അറിയാം, അദ്ദേഹം അമരത്തിലെ അച്ചൂട്ടി അല്ല, പാലേരി മാണിക്കത്തെ ഹാജിയുമല്ല, കിങ്സിലെ കളക്ടറുമല്ല. മമ്മൂക്കയുടെ പേഴ്സണാലിറ്റി അവിടെ നഷ്ടമാകുന്നു എന്ന് മാത്രമാണ് ആദ്യം പ്രചരിച്ച വീഡിയോകൾ ഉണ്ടായിരുന്നത്. മോഹൻലാലിനെ നായകനാക്കി 3 സിനിമകൾ പൃഥ്വിരാജ് സംവിധാനം ചെയ്തു. ലൂസിഫർ, എമ്പുരാൻ, ബ്രോഡാഡി എന്നിവയായിരുന്നു സിനിമകൾ. ഈ 3 ചിത്രങ്ങളും വലിയ ഹിറ്റായിരുന്നു. ഇനി പുറത്തിറങ്ങാനുള്ള പുതിയ പൃഥ്വിരാജ് ചിത്രമായ ഖലീഫയിൽ മോഹൻലാൽ അതിഥി വേഷത്തിൽ എത്താൻ ഒരുങ്ങുന്നു എന്നാണ് റിപ്പോർട്ടുകൾ.